പ്രിയപ്പെട്ട ഐസക് പ്രകാശച്ചൻ, ഏറ്റവും സ്നേഹമുള്ള സഹോദരന്മാരെ, എനിക്കിവിടെ പ്രഭാതമാണ്, പക്ഷെ നിങ്ങൾക്ക് സന്ധ്യയാണ്. നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം അല്പം കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാക്കി തരും. നമുക്ക് ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും പറയാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ ഭവനം എന്നുള്ള സങ്കല്പത്തിൽ അവസാനം നമ്മൾ കാണുന്നത് ഇത് രണ്ടുമില്ല. കാരണം സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും പറയേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് നമ്മെ നയിക്കുന്നതെന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നിങ്ങൾ ഈ വിഷയം തിരഞ്ഞെടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം, വളരെ വിപുലമായ ഒരു വിഷയമാണ്. ഇതേക്കുറിച്ച് എന്തെങ്കിലും കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കണമെങ്കിൽ ഒത്തിരിയേറെ സമയം നമുക്ക് ആവശ്യമുണ്ട്. എങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന അല്പസമയത്തിനുള്ളിൽ ചില ഔട്ട്ലൈൻസ് മാത്രം നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിവുള്ളവരാണ്, അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ചില ഔട്ട്ലൈൻസും നമ്മുടെ ചില ഒരു നമ്മൾ മലയാളത്തിൽ ദിശാബോധം, സെൻസ് ഓഫ് ഡിറക്ഷൻ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ വായനയ്ക്ക് എന്ത് ഡിറക്ഷനാണ്, ഓറിയൻറ്റേഷനാണ് നമുക്ക് ലഭിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊള്ളാം. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം അതിന് നമുക്ക് സമയമില്ല. നിങ്ങൾക്കൊരു പക്ഷേ അതിന് ക്ഷമയും കാണുകയില്ല ഈ അവസരത്തിൽ. അതുകൊണ്ട് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് വളരെ ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാം. ഒന്നാമതായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ ആദാമിൻ്റെയും ഹവ്വായുടെയും മതം എന്തായിരുന്നു എന്നാണ്. ആദാമും ഹവ്വായും നിങ്ങൾ ആക്ഷേപമായിട്ട് എടുക്കണ്ട, ആദി മനുഷ്യർ അല്ലെങ്കിൽ ആദി മനുഷ്യൻ എന്നെടുത്തുള്ളൂ. ദ ഫസ്റ്റ് ഹ്യൂമൻ ബീയിങ് എന്തായിരുന്നു അവരുടെ മതം? നിങ്ങൾക്ക് ആ ചോദ്യം തമാശയായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. ഞാനത് പറയാൻ കാരണം, ഈ ദേവാലയം എന്നുള്ള സങ്കല്പം എപ്പോഴും ഒരു മതത്തോട് ബന്ധപ്പെട്ടാണല്ലോ വരുന്നത്. നമ്മൾ ബൈബിളിലെ യഹൂദന്മാരുടെ ദൈവാലയത്തെക്കുറിച്ച് പറയുന്നു. പിന്നീട് പുതിയ നിയമത്തിലേക്ക് വരുമ്പം ദേവാലയ വേറൊരു സങ്കല്പം അവിടെയുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ദേവാലയത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ ആർക്കിടെക്ചറിനെ കുറിച്ചും ഒക്കെ നമ്മൾ ധാരാളം പറയുന്നുണ്ട്. ഇതൊക്കെ വിപുലമായ വിഷയങ്ങളാണ്. അപ്പം മതത്തോട് ബന്ധപ്പെട്ട വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. എന്തായിരുന്നു ആദാമിൻ്റെയും ഹവ്വായുടെയും മതം? നിങ്ങളുടെ ആരുടെ മുഖത്തൊരു പുഞ്ചിരിയോ അത്ഭുതമോ ഒന്നും കാണുന്നില്ല എന്നെനിക്കറിയാം. കാരണം ഈ ചോദ്യം സാധാരണ നിങ്ങൾ കേട്ട് കാണുകയില്ല. ഞാൻ അല്പസമയം നമുക്കൊരു ഡിസ്കഷൻ പോലെ വെക്കാമെന്ന് വിചാരിക്കുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം അതിൻ്റെ ഉത്തരം ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം. നമ്മുടെ വേദപുസ്തകത്തിലെ, ഉൽപ്പത്തി പുസ്തകത്തിലെ വിവരണമനുസരിച്ച് ആദാമിനെയും ഹവ്വായെയും ദൈവം പാർപ്പിച്ചത് പർദീസയിലാണ്. പർദീസ, പാരഡൈസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം ഗാർഡൻ എന്നേ ഉള്ളൂ. തോട്ടം അല്ലെങ്കിൽ പൂന്തോട്ടം എന്നാണ് മലയാളത്തിൽ അത് തർജ്ജമ ചെയ്യാവുന്നത്. നിങ്ങൾക്കറിയാം, അതൊരു പേർഷ്യൻ വാക്കാണ് പർദീസ എന്നുള്ളത്. അത് ലോകത്തിലെ പല ഭാഷകളിലേക്കും, ഇന്ത്യയിലാണെങ്കിൽ ഉറുദുവിലും അറബിയിലും എല്ലാം അതേ വാക്ക് തന്നെയാണ് വരുന്നത്. ഇംഗ്ലീഷിലേക്കും അത് വന്നതാണ് പാരഡൈസ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു തോട്ടത്തിലാക്കി അവിടെ ഇല്ലാത്തൊരു സംഗതിയുണ്ട്, അവിടെ എല്ലാം ഉണ്ട് അല്ലേ? പർദീസ എന്ന് പറയുന്നത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒക്കെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് പാരഡൈസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഇല്ലാത്തൊരു സംഗതിയുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഇല്ലാത്ത സംഗതി, അവിടെ ഒരു ദേവാലയമില്ല അല്ലേ? അവിടെ പള്ളിയില്ല, അല്ലെങ്കിൽ അമ്പലമില്ല, മോസ്കില്ല, ഒരു തരത്തിലുള്ള ദേവാലയവും
നിങ്ങളവിടെ കാണുന്നില്ല. അതിനെക്കുറിച്ച് ആരും തന്നെ അങ്ങനെ ചിന്തിക്കാറില്ല. അവിടെ പള്ളിയില്ലല്ലോ എന്ന് ദുഃഖിക്കുന്ന ആളുകൾ ആരും തന്നെ ഇല്ല. നിങ്ങൾ അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെ ഞങ്ങൾക്ക് ആരാധിക്കാൻ പള്ളിയില്ലല്ലോ എന്ന് തീർച്ചയായും ആളുകൾ ദുഃഖിച്ചു കാണും. അതിൻ്റെ ഫലമായിട്ടാണ് ധാരാളം പള്ളികൾ നമ്മുടെ ജനങ്ങളുടെ ആഗ്രഹം കൊണ്ടും വലിയ താല്പര്യം കൊണ്ടും പ്രയത്നം കൊണ്ടുമാണ് ഈ അമേരിക്കയിലെ പള്ളികളെല്ലാം ഉണ്ട്. അതല്ലാതെ ഇവിടെ നിന്ന് വലിയ സഭാ നേതൃത്വം വന്ന് പണിത പള്ളികളൊന്നുമല്ല. നമ്മുടെ ജനങ്ങളുടെ താല്പര്യപ്രകാരം അവരുടെ ദൈവത്തെ ആരാധിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി അവരെ സൃഷ്ടിച്ച പള്ളികളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നീടാണ് വൈദിക പാരമ്പര്യം, വൈദിക നേതൃത്വം അതിലേക്ക് വരുന്നത്. ഞാനിത് പറഞ്ഞത് ദൈവത്തിൻ്റെ ആലയം എന്നുള്ള സങ്കല്പം ചരിത്രപരമായി നോക്കുമ്പോൾ നമ്മളൊരു കെട്ടിടമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ യെരൂശലേം ദേവാലയം എന്നുള്ളത് എത്ര മഹത്തായ ഒരു സൃഷ്ടിയാണ്. ശലോമോൻ പണിത ദേവാലയം അത് പൊളിച്ചു കളഞ്ഞു, വീണ്ടും പണിതു, അത് വീണ്ടും പോയി, വീണ്ടും പണിതു. മൂന്നാമത്തെ ഒരു ദേവാലയമാണ് കർത്താവിൻ്റെ കാലത്തുള്ളത്. ഹെരോദാവ് പണിത ദേവാലയമാണ്. പക്ഷേ എങ്കിലും ശലോമോൻ്റെ ദേവാലയം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. കാരണം പാരമ്പര്യം അതാണ്. ദാവീദിന് ദൈവം കൊടുത്ത വാഗ്ദാനം അനുസരിച്ച് തനിക്ക് സ്വയമായി പണിയാൻ സാധിച്ചില്ല. പക്ഷേ തൻ്റെ മകന് വിജ്ഞാനിയായ ശലോമോനാണ് അതിനുള്ള അവസരം ലഭിച്ചതെന്ന് നമുക്ക് അറിയാം. അപ്പം ദൈവത്തിൻ്റെ ഈ ആലയത്തെക്കുറിച്ചുള്ള നമുക്ക് വാസ്തുശില്പപരമായിട്ടും വേദശാസ്ത്രപരമായിട്ടും ഒക്കെ കലാപരമായിട്ടും ഒക്കെ നമുക്ക് സങ്കല്പങ്ങളും ഒക്കെ ധാരാളം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടിയിൽ ദേവാലയമില്ല. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ് ദേവാലയം. കാരണം ദൈവാലയം എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, പ്രസൻസ് ഓഫ് ഗോഡ്. അതാണ് ഏറ്റവും പ്രധാനം. ദൈവത്തിൻ്റെ സാന്നിധ്യം നേരിട്ട് അനുഭവിക്കുന്ന മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും ഉള്ള അനുഭവമാണ് പറുദീസായിൽ നമ്മൾ കാണുന്നത്. So there was no need of a special structure, an architecture, a building, nothing. But the whole creation, which is represented in paradise, becomes the abode of God, the house of God, where the presence of God is deeply felt and experienced. അത് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ദേവാലയം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മളിപ്പോൾ അറിയുന്നത് പോലെ ഇല്ല. അപ്പം ഇത് വേദപുസ്തകത്തിൻ്റെ തുടക്കമാണ്. നമുക്ക് വേദപുസ്തകത്തെ ഒരു പുസ്തകമായിട്ട് നമ്മൾ കാണുന്നതുകൊണ്ട് അതിൻ്റെ അവസാനത്തേക്കൊന്ന് പോകാം. അവസാനത്തേക്ക് പോകുമ്പം നമ്മൾ കാണുന്നത് എന്താണ്, അല്ലെങ്കിൽ കാണാത്തത് എന്താണ് എന്ന് ഞങ്ങൾ വെളിപാട് പുസ്തകം 21-ാം അധ്യായം 22-ാം വാക്യം നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകമുണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്നത് മനസ്സിലേക്ക് കൊണ്ടുവരാം. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 22-ാം വാക്യം. അവിടെ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ചാണ് പറയുന്നത്. പുതിയ യെരൂശലേം, വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിറങ്ങുന്നത് തന്നെ ഞാൻ കണ്ടു എന്നാണ് വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ ശ്ലീഹായ്ക്ക് ലഭിക്കുന്ന ദർശനം. അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് 22-ാം വാക്യവും പറയും, മന്ദിരം അതിൽ കണ്ടില്ല. അവിടെ മന്ദിരം എന്ന് പറയുന്നത് ദേവാലയമാണ്. മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ the missing element is the temple.
എല്ലാത്തിൻ്റെ അവസാനം ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നത് പഴയ ക്രമമെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ആ വ്യവസ്ഥയിൽ ദി മിസ്സിംഗ് എലമെന്റ് ഈസ് ദി ടെമ്പിൾ, ഈസ് ദി ചർച്ച്, ഈസ് ദി ബിൽഡിംഗ്. മന്ദിരവും അതിൽ കണ്ടില്ല എന്ന് പറഞ്ഞു. ഇത് യഹൂദന്മാരെ സംബന്ധിച്ച് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമായിരുന്നു. കാരണം യെരൂശലേം നഗരമെന്ന് പറയുന്നത് ദാവീദിൻ്റെ നഗരമാണ്. യെരൂശലേം ദേവാലയം എന്ന് പറയുന്നത് ആ നഗരത്തിൻ്റെ പ്രകാശമായി, ലോകത്തിൻ്റെ പ്രകാശമായി നഗരത്തിനുള്ളിലുള്ള ഒരു കെട്ടിടമാണ്. ശലോമോൻ പണിത കെട്ടിടമാണ്. അപ്പോൾ ഇതില്ലാത്ത ഒരു യെരൂശലേം നഗരം അവർക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. പക്ഷേ ഇവിടെ വെളിപാട് പുസ്തകത്തിൽ അതാണ്. പുതിയ യെരൂശലേമിൽ ദേവാലയമില്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും പറയാൻ നമുക്ക് അവസരം ലഭിക്കാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് വേദപുസ്തകം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അവിടെ സൂര്യനും ചന്ദ്രനുമില്ല. ദൈവത്തിൻ്റെ തേജസ്സാണ് അതിൻ്റെ പ്രകാശം. സൂര്യനില്ലെങ്കിൽ പിന്നെ നേരം വെളുക്കുകയും അവസാനിക്കുന്നുമില്ല. മനുഷ്യൻ്റെ ഭാഷ തന്നെ മാറിപ്പോകുന്നു. മനുഷ്യൻ്റെ ഭാഷയിലാണ് നമ്മൾ ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും പറയുന്നത്. ഇത് രണ്ടും നിങ്ങളുടെ മനസ്സിൽ ഒന്നുണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇൻ ദി ബിഗിനിങ് ഓഫ് ക്രിയേഷൻ ദർ വാസ് നോ ടെമ്പിൾ ബിൽഡിംഗ്, നോ ദേവാലയം. At the end of all creation, and the whole creation is summed up and consummated, there is no structure of a temple, no building which is called a devalayam or church or whatever. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം അതിൻ്റെ ഇടയ്ക്കുള്ള ചില സംഗതികളാണ്. ഇടയ്ക്കുള്ള സംഗതികളിലാണ് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പെട്ടുപോകുന്നതും ഒക്കെ. അതാ ഇപ്പം ദേവാലയങ്ങളെ ചൊല്ലി എന്തുമാത്രം വഴക്കുകളാണ്, അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്നത് നിങ്ങൾക്കറിയാം. അത് സീറോ മലബാർ സഭയാണെങ്കിലും, ഓർത്തഡോക്സ് യാക്കോബായ സഭയാണെങ്കിലും, മാർത്തോമാ സഭയാണെങ്കിലും, CSI സഭയാണെങ്കിലും, ഈ കേരളത്തിൽ നമുക്കറിയപ്പെടുന്ന പരമ്പരാഗതമായ സഭകളിലൊക്കെ വഴക്കുകൾ ഇടയ്ക്കിടെ അരങ്ങേറുന്നത് ഈ ദേവാലയത്തെ ചൊല്ലിയാണ്, ദേവാലയത്തിന് ഉള്ളിലാണ്, ദേവാലയത്തോട് ബന്ധപ്പെട്ടാണ്. നമ്മളെല്ലാം വേദപുസ്തകം ഒന്നായിട്ട് വായിക്കുന്നവരാണ്, പഠിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ മറന്നു പോകുന്നു, വേദപുസ്തകത്തിൻ്റെ തുടക്കത്തിലും വേദപുസ്തകത്തിൻ്റെ ഒടുക്കത്തിലും ഇങ്ങനൊരു സംഭവം ഇല്ല, പള്ളിയില്ല. പിന്നെ ഇടയ്ക്കുള്ള കാര്യമാണ് നമ്മൾ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനിൽ പറയുന്ന പോലെ മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് നമ്മൾ എന്തിനാണ് മത്സരിക്കുന്നത്? നമ്മൾ ഒരാളായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്, മരിക്കുമ്പോഴും ഒറ്റയ്ക്കാണ്. മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്താണ് നമ്മുടെ മത്സരങ്ങളെല്ലാം. അത് ഒരു വശത്തേക്ക് നിങ്ങൾ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വിടുകയാണ്. ഞാനതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. എൻ്റെ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യന് ദൈവം നൽകിയ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും, ദി ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. അതുകൊണ്ട് അതൊരു പ്രകാശമാണ്. ദൈവത്തിൻ്റെ പ്രകാശവും ജീവനുമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അത് പുരുഷനും സ്ത്രീയും എന്ന വ്യത്യാസമൊന്നുമില്ല. അതവന് ഹൗവയ്ക്കും ദൈവം കൊടുത്ത ഏറ്റവും വലിയ ദാനം, ഏറ്റവും വലിയ നിധി അതായിരുന്നു. ദേ വർ ക്രിയേറ്റഡ് ഇൻ ഗോഡ്സ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. അതുകൊണ്ട് നമുക്കും അതിൻ്റെ തുടർച്ചയാണ് ഉള്ളത്. അപ്പോൾ നമ്മളാണ് പ്രകാശം, ഈ ഭൂമിയുടെ പ്രകാശം നമ്മളാണ്. ദൈവത്തിൻ്റെ തേജസ് വിശുദ്ധ നഗരത്തെ പ്രകാശിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനെ സമാനമായിട്ട് ഈ ഭൂമിയിൽ പ്രകാശമായിട്ട് നിൽക്കാനുള്ള ദേവാലയം നമ്മളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ക്രിസ്തീയ ചിന്ത. അത് പഴയ നിയമത്തിലും ഉണ്ടെങ്കിലും അവർ മറന്നുപോയി. അത്
പഴയ നിയമത്തിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ പ്രവാചകന്മാരുടെ പുസ്തകം വായിക്കുമ്പം എന്താ അവിടെ കാണുന്നത്? പ്രവാചകന്മാർ യഹൂദന്മാരായിരുന്നു. യഹൂദ ജനതയെക്കുറിച്ചും യഹൂദ പാരമ്പര്യത്തെക്കുറിച്ചും വലിയ തീക്ഷ്ണതയുള്ളവരായിരുന്നു. പക്ഷേ അവര് എപ്പോഴും വിമർശിച്ചുകൊണ്ടിരുന്ന രണ്ട് കൂട്ടരുണ്ടായിരുന്നു. ഒന്ന് പുരോഹിത വർഗം, യെരൂശലേം ദേവാലയത്തിലെ പുരോഹിത വർഗം. രണ്ട്, അനീതിയുള്ള രാജാക്കന്മാരും രാജ്ഞിമാരുമുണ്ട് അതിൻ്റെ അകത്ത്. ഇസബേലിനെ പോലുള്ള രാജ്ഞിമാരുമുണ്ട്. അപ്പോൾ ഈ രാജകീയ അധികാരത്തെയും പൗരോഹിത്യ അധികാരത്തെയും നിരന്തരമായി വിമർശന വിധേയമാക്കിക്കൊണ്ടിരുന്നവരാണ് പ്രവാചകന്മാർ. അത് ദേവാലയത്തോട് അനാദരവുള്ളത് കൊണ്ടല്ല, നേരെ മറിച്ച് ദേവാലയം എന്നുള്ള സങ്കല്പത്തെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെ എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരുന്നു. സാധാരണക്കാരായ ജനങ്ങളെ അവരെ പീഡിപ്പിക്കുകയും ചൂഷണം ചെയ്യുകയും ദൈവത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും പേരിൽ അവരെ കൊള്ളയടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് പ്രവാചകന്മാരെ വളരെയധികം കോപിപ്പിച്ച സംഗതി. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കണം. അവിടെ 7-ാം അധ്യായം നമ്മൾ മുഴുവൻ വായിക്കേണ്ടതാണ്. യെരമ്യാ ചാപ്റ്റർ 7. അവിടെ പറയുന്ന ഒരു കാര്യം കർത്താവ് പിന്നീട് എടുക്കുന്നുണ്ട്. ഈ ദേവാലയം ഡെൻ ഓഫ് റോബേഴ്സ്, കള്ളന്മാരുടെ ഗുഹയാണ്, കള്ളന്മാരുടെ മടയാണ് എന്ന് അവിടെ പറയുന്നുണ്ട് ദേവാലയത്തെക്കുറിച്ച്. ദേവാലയത്തോട് അനാദരവ് കൊണ്ടല്ല, ആ ദേവാലയത്തിൻ്റെ അകത്ത് കാര്യങ്ങൾ നടത്തുന്ന ആളുകൾ അവർ കള്ളന്മാരാണ്. അവർ അവിടെ താമസിക്കുന്നത് കൊണ്ട്, അവിടെ അനുഷ്ഠാന ക്രിയകൾ നടത്തുന്നത് കൊണ്ട് അവർ ആ ദേവാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി എന്ന് പറയുന്നത്. കർത്താവ് നിങ്ങൾക്കറിയാം, പുതിയ നിയമത്തിലെ കർത്താവ് ചാട്ടവാറെടുത്ത് ദേവാലയത്തിൽ നിന്ന് ഈ കള്ളന്മാരെയൊക്കെ പുറത്താക്കുന്ന സമയത്ത് കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ആലയം ദൈവത്തിൻ്റെ ആലയമെന്ന് വിളിക്കപ്പെടണം, പക്ഷെ നിങ്ങളത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. അത് യെശയ്യാ പ്രവാചകൻ 56-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇതൊരു ഹൗസ് ഓഫ് പ്രയർ ഫോർ ഓൾ നേഷൻസ്, സകല ജനതകൾക്കും പ്രാർത്ഥിപ്പാനുള്ള ഭവനമാണിത് എന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. ഈ രണ്ട് പ്രവാചകന്മാരെയും കൂടെ ചേർത്തുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ ഭവനം പ്രാർത്ഥനാലയമെന്ന്, സകല ജനതകൾക്കും പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടണം, അത് നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർന്നു. അപ്പം ജീസസ് ഈസ് ഓൾസോ ഡൂയിങ് എ പ്രൊഫറ്റിക് ടാസ്ക്. കർത്താവിനെ പ്രവാചകൻ എന്നാണല്ലോ ആദ്യകാലത്തെല്ലാം ആളുകൾ അറിഞ്ഞത്. ശക്തനായ പ്രവാചകനായിട്ടാണ്, ഏലിയാവിനെ പോലുള്ള പ്രവാചകനായിട്ടാണ് കർത്താവിനെ കണ്ടതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതാണ് പ്രോഫറ്റിക് ട്രഡീഷൻ. ഈ പ്രോഫറ്റിക് ട്രഡീഷൻ ആ വാസ്തവത്തിൽ വേദപുസ്തകത്തിൻ്റെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ആദ്യത്തെയും അവസാനത്തെയും സത്യം, ഉൾക്കാഴ്ച ഇവരാണ് എപ്പോഴും കാണുന്നത്. അതുകൊണ്ട് അവരതിനെ വിമർശിക്കുന്നത്. നമ്മളിപ്പോൾ പള്ളിയെ വിമർശിച്ചാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ഫലം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് സങ്കല്പിക്കാനായിട്ട് സാധിക്കും. അനുഭവിക്കുന്ന കുറച്ച് ആളുകളും കാണും. പക്ഷെ അത് സാധാരണ വിമർശനമല്ലത്. നമ്മൾ വിചാരിക്കുന്ന പോലെ എൻ്റെ കാര്യം നടക്കാത്തത് കൊണ്ട് ഞാൻ വിമർശിക്കുന്ന ആ വിമർശനമല്ലത്. നേരെ മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് തിരിച്ചറിയുകയും ദൈവത്തിൻ്റെ ഇഷ്ടത്തെ വികലമാക്കുന്ന, അബ്യൂസ് ചെയ്യുന്ന ആളുകളെക്കുറിച്ചും വർഗത്തെക്കുറിച്ചും, അത് പ്രധാനമായിട്ടും പൗരോഹിത്യ വർഗവും രാജകീയ അധികാരവും, അവരെക്കുറിച്ചാണ് പ്രവാചകന്മാർ പറയുന്നത്. ഇതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദേവാലയം എന്ന് പറയുന്നത്. ആദ്യകാലത്ത് അങ്ങനെ തന്നെയാണ്. മോശ 40 വർഷത്തെ
ഈ മരുഭൂമിയിലൂടെയുള്ള യാത്ര, മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് തൻ്റെ ജനതയെ വിമോചിപ്പിച്ച് കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദീർഘമായ യാത്ര. ആ യാത്ര ഒരൊറ്റ അടിക്ക് തീരുന്നൊരു യാത്രയല്ല. നമ്മൾ നേരെ ഒരു ലൈൻ വരച്ച് ഒരു നേർരേഖയിലൂടെ പോകുന്ന യാത്രയല്ല. മരുഭൂമിയിൽ ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്. അറേബ്യ മരുഭൂമിയിൽ ഇങ്ങനെ വട്ടം കറങ്ങുകയും പല പല പരീക്ഷകളിലൂടെ കടന്നു പോവുകയും മോശയ്ക്ക് തന്നെ എതിരായിട്ട് ജനങ്ങൾ തിരിയുകയും ഒത്തിരി സംഭവങ്ങൾ നിങ്ങൾ വായിക്കുന്നുണ്ട്. ആ പുറപ്പാട് പുസ്തകത്തിലും പിന്നീട് വരുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ നമുക്കത് കാണാം. അപ്പോൾ പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു, അവിടെ ഒരു തിരുനിവാസം അവർ ഉണ്ടാക്കുന്നുണ്ട്. ടെന്റ് ഓഫ് മീറ്റിംഗ് എന്ന് അതിന് പറയുന്നു. അവിടെ സമാഗമന കൂടാരം, അതൊരു ടെന്റാ വാസത്തിൻ്റെ. കാരണം ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവരുടെ ഒരു കാര്യമായിട്ട് ഒന്നുമില്ല, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് അവർ പോകുന്നിടത്ത് നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടെൻ്റ് അടിക്കും. അപ്പോൾ സമാഗമന കൂടാരമാണ്. അവിടെ ഒരു ബിൽഡിങ് ഇല്ല, അവിടെ കല്ലും കട്ടയൊന്നും അവർ ഉപയോഗിച്ച് പണിയുന്നതല്ല. സമാഗമന കൂടാരമാണ്, ടെന്റ് ഓഫ് മീറ്റിംഗ്. ഇത് ദൈവത്തിൻ്റെ തിരുനിവാസ സ്ഥാനമാണ്, ദൈവത്തിൻ്റെ ഹോളി പ്രസൻസ് ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യം നിങ്ങൾ എടുത്താൽ, എക്സഡസ് 25:8, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം, തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം ഉണ്ടാക്കണം. നിങ്ങൾ പുറപ്പാട് പുസ്തകം നോക്കുമ്പോഴേ 25-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും ഒക്കെ ഇത് ആവർത്തിച്ച് വരുന്നുണ്ട്. ഞാൻ മോശയെ കാണിച്ച പ്രകാരം പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് കൊടുത്തൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളത് കണ്ടിട്ടില്ല. മോശ 40 രാവും 40 പകലും ദൈവത്തോടു കൂടി ആയിരുന്നപ്പം ഹി വാസ് ഗിവൺ എ ബ്ലൂ പ്രിൻ്റ് ഫോർ ദിസ് ടെൻ്റ് ഓഫ് മീറ്റിംഗ്, ഫോർ ദി ദേവാലയം. അതുകൊണ്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട്, ആ മാതൃകയിൽ തന്നെ പണിയണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദാറ്റ് മോഡൽ? നമുക്കതിൻ്റെ ആ ബ്ലൂ പ്രിൻ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ബാഹ്യമായിട്ടുള്ള ചില രൂപകൽപ്പനകളൊക്കെ ഉണ്ട്. മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഞാനെപ്പോഴും ഓർക്കുന്നു, ഞങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് എപ്പോഴും എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്, the church building is built on a model which was revealed by God. ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പാക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ പ്രകാശം പ്രസരിപ്പിക്കാനായിട്ട്, ദൈവത്തിൻ്റെ മഹത്വത്തെ ലോകത്തിന് കാണിക്കാനായിട്ടുള്ള ഒരു മാതൃകയാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ആ മാതൃകയിലേ ദേവാലയം പണിയാവൂ എന്ന് പറഞ്ഞാൽ കല്ലും മണ്ണും കൊണ്ട് പണിയുന്നതല്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തരിക സത്തയിൽ, അതിൻ്റെ ധർമ്മത്തിൽ, അതിൻ്റെ അനുദിന അനുഭവത്തിൽ, that should be the presence of God which manifests the will of God, which displays God's love and concern for this world. അതാണ് പ്രധാനമായിട്ടുള്ളത്. ഇത് മോശയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് മോശ വളരെ 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 സൂക്ഷിച്ചാണ്. ഇടയ്ക്ക് മോശയുടെ ഈഗോ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അന്നേരം തന്നെ മോശയെ അടിക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ മാതൃകയാണ്, മോശ ഉണ്ടാക്കിയ മാതൃകയല്ല എന്ന് മോശയോട് തന്നെ ദൈവം പറയും. മോശ തന്നെ അത് പിൽക്കാലം ഇവരെ അറിയിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അതേ മാതൃക പ്രകാരം ഉണ്ടാക്കണം എന്ന് പറയുന്നത്. ഇവിടെ ഈ മാതൃക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്രിസ്ത്യൻ വ്യാഖ്യാനത്തിൽ മനുഷ്യൻ തന്നെയാണ് ഈ മാതൃക. ആദ്യം സൂചിപ്പിച്ചല്ലോ, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ ഉണ്ടാക്കിയെന്ന് പറയുമ്പം, ആൻഡ് ദിസ് ഈസ് ദി ലൈഫ് ആൻഡ് ലൈറ്റ് ഓഫ് ഗോഡ് വിച്ച് ഈസ് അവർ മോഡൽ. അപ്പം ദേവാലയം നമുക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കെട്ടിടം പണിതില്ലെങ്കിലും കുഴപ്പമില്ല, provided we ourselves in this sense of being the image of God can radiate the light and love and life of God. അന്നേരമാണ് അത് തിരുനിവാസ സ്ഥാനം. നമ്മുടെ ശരീരങ്ങളെ കുറിച്ച് തിരുനിവാസ സ്ഥാനം എന്ന് നമുക്ക് പറയാം, നമുക്ക് ദേവാലയം എന്ന് പറയാം.
നിങ്ങളെ കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 3:16-17 വാക്യങ്ങൾ. 1 Corinthians chapter 3:16-17 നിങ്ങൾ വായിക്കേണ്ടതാണ്. അവിടെ പൗലോസ്ലീഹ പറയുന്നത് നിങ്ങൾക്ക് പരിചയമുള്ള സംഗതിയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന്. നമ്മുടെ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങൾക്കറിയാം, ഈ ക്രിസ്ത്യാനികൾക്ക് പള്ളിയൊന്നുമില്ല. ആദ്യം അവരെ അപ്പോസ്തലന്മാരുടെ കാലത്ത് അവർ യെരൂശലേം ദേവാലയത്തിൽ പോകുമായിരുന്നു. യാമനമസ്കാരങ്ങൾക്ക് യെരൂശലേം ദേവാലയത്തിൽ പോകുന്ന രീതിയുണ്ട്. പിന്നെ കുറേശ്ശെ അത് മാറി. പൗലോസ്ലീഹയുടെ വ്യാഖ്യാനത്തിൽ സ്വർഗീയ യെരൂശലേമിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ യെരൂശലേമിന് ഒരർത്ഥവുമില്ല. ഈ ജോഗ്രാഫിക്കൽ ഫിസിക്കൽ ജെറൂസലം ഈസ് ഓഫ് നോ മീനിങ് ടു അസ് ക്രിസ്ത്യൻസ് എന്ന് പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്. പൗലോസ്ലീഹ എത്ര തീക്ഷ്ണതയുടെ ആളാണ്. യഹൂദനാണ്, പരീശനാണ്, ഗമാലിയേലിൻ്റെ കാൽക്കലിൽ നിന്ന് പഠിച്ച ആളാണ്. അപ്പം at the very heart of their religion is the temple built by Solomon or rebuilt by others. അത് വേണ്ട എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. നമ്മളാണ് മന്ദിരം ദൈവത്തിൻ്റെ. ഈ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. നമ്മുടെ മന്ദിരം, നമ്മുടെ ശരീരമാകുന്ന മന്ദിരം, അതിനെ തെറ്റായിട്ട് നശിപ്പിക്കുക എന്ന് പറയുന്നു. ഇഫ് യു അബ്യൂസ് യുവർ ബോഡി or the body of others, then God will destroy you എന്ന് വരെ പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഒരു വെരി പവർഫുൾ മെസ്സേജാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, നിങ്ങൾ ശ്രദ്ധിക്കും, ഈ ഇടയ്ക്ക്, അതായത് ലോകത്തിൽ മോശ പണിത ടെൻറ്റ് ഓഫ് മീറ്റിംഗ്, അത് കഴിഞ്ഞ് ഇവർ സെറ്റിൽഡായി, കനാൻ വന്ന് താമസമായി, യെരൂശലേം നഗരം ദാവീദിൻ്റെ കയ്യിലായി. അങ്ങനെയാണ് അവിടെ മനോഹരമായ ദേവാലയം അവർ പണിതത്. അപ്പോൾ ദാറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. ഇപ്പോഴും നിങ്ങൾ അമേരിക്കയിലാണ്, നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെയും പ്രശ്നം എന്താണ്. ഇപ്പം ആ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. കർത്താവിൻ്റെ പ്രവചനം അനുസരിച്ചാണ് AD 70 ആ ദേവാലയം റോമൻ സൈന്യം പൂർണ്ണമായിട്ട് ഡെസിക്രേറ്റ് ചെയ്തു, നശിപ്പിച്ചു. അതിൻ്റെ ഒരു ഭിത്തിയുണ്ട് ഇപ്പം. അതാണല്ലോ വെയിലിംഗ് വോൾ എന്ന് പറയുന്നത്. അതിരുന്ന സ്ഥാനത്താണ് അലക്സ മോസ്ക് ഉള്ളത്. അപ്പം അവിടെയാണ് മുഹമ്മദ് നബി വന്നിട്ട് അവിടുന്ന് ഒരു പാറയിൽ ചവിട്ടിയാണ് അദ്ദേഹം സ്വർഗാരോഹണം ചെയ്തതെന്നൊക്കെയാണ് ഇസ്ലാമിക പാരമ്പര്യം. പക്ഷേ ഇന്നും നടക്കുന്ന വഴക്ക് അവിടെയാണ്. പഴയ ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് വേറൊരു മതം അതിൻ്റെ ദേവാലയം പണിതിരിക്കുന്നു. ആ പഴയ ദേവാലയം തിരിച്ചെടുക്കുക. ഇതാണ് സയനിസ്റ്റ് ഐഡിയോളജി. അതായിരുന്നു അമേരിക്കയിലാണ് അത് തുടങ്ങുന്നത്. അതിനോട് യോജിക്കാത്ത ധാരാളം യഹൂദന്മാരുണ്ടെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മളൊക്കെ വളരെ ഭക്തിയോടുകൂടി പിന്നെ വിശുദ്ധ നാടുകളിൽ പോകുന്നുണ്ട്. അതൊരു ടൂറിസ്റ്റിക് അറേഞ്ച്മെൻറ്റാണ്. നിങ്ങൾ പോകുന്നത് സന്തോഷമാണ് കേട്ടോ, ഒരു എതിര് പറയുകയില്ല. നിങ്ങൾക്ക് ധാരാളം പണമുള്ളത് കൊണ്ട് ആളുകൾക്ക് പോകാനായിട്ട് സാധിക്കും. അതൊക്കെ പോയി കാണുന്നത്, പരുമൻ്റെ തിരുമേനി പറഞ്ഞതുപോലെ, തിരുമേനിയും പോയി അവിടെ പറഞ്ഞതുപോലെ നേരിട്ട് പോയി കാണുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ അപ്പോഴും ഓർത്തിരിക്കണം, ഇത് പൗലോസ്ലീഹ തള്ളിക്കളഞ്ഞതാണ്. അപ്പോസ്തലന്മാർ പൂർണ്ണമായിട്ടും നമുക്കിവിടെ ദേവാലയം ഇല്ല, നമ്മളാണ് ദേവാലയം, വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ഇനിയും നിങ്ങൾക്കൊരു സങ്കല്പം ആവശ്യമാണെങ്കിൽ പുതിയ യെരൂശലേമിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ അവിടെയും ദേവാലയമില്ല. ദൈവത്തിൻ്റെ മഹത്വമാണ് അതിൻ്റെ ദേവാലയം പ്രകാശം. ഈ ഡോം ഓഫ് ദ സ്കൈ നിങ്ങൾക്കറിയാമല്ലോ. ഈ ആകാശം നമ്മൾ പുറത്തിറങ്ങി മുകളിലേക്ക് നോക്കിയാൽ ചുറ്റുപാടും ഒത്തിരി കെട്ടിടങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്പം മരിക്കാൻ പ്രയാസമായിരിക്കും അത്. എന്നാലും നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ കാണാം തുറന്ന്. ദ സ്കൈ ഈസ് ആക്ടിങ് ലൈക്ക് എ ഡോം. ഇങ്ങനെയാണ് കാണുന്നത് അല്ലേ. ആ ഡോം ഓഫ് ദ സ്കൈ ഈസ് ദി റൂഫ് ഓഫ് ദി ടെമ്പിൾ ഓഫ് ഗോഡ്. ദൈവസൃഷ്ടിയുടെ
മുകളിൽ ഇങ്ങനെയാണ് കാണുന്നത്. അതിൻ്റെ മോഡലില്ല പിൽക്കാലത്ത് ഒത്തിരി താഴികക്കുടങ്ങൾ ദേവാലയങ്ങൾ ജസ്റ്റിനിയൻ്റെ ഹോളി സോഫിയ, ഹോളി വിസ്ഡം അഗിയ സോഫിയ ഇസ്താംബുളിൽ പണിതത്, പിന്നെ പണിത സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ഒക്കെ ഈ ഡോമുണ്ട്. ഈ ഡോം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആകാശവിതാനത്തിൻ്റെ ഒരു ഇമിറ്റേഷനാണ്. ഇങ്ങനെയാണ്, റൂഫ് പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റും കേട്ടോ. നമ്മളും ഒരളവിൽ അതിലേക്ക് കിടക്കാനായിട്ട് സാധിക്കും. ദേവാലയത്തിൻ്റെ അകത്ത് വഴക്കുണ്ടായാൽ ചിലപ്പോൾ ആളുകൾക്ക് പുറത്തിറങ്ങി നിന്ന് ദൈവത്തിൻ്റെ ഈ ഡോം, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായി പള്ളിക്കകത്ത് വഴക്കുകൾ, അല്ലെങ്കിൽ വഴക്കിനുള്ള തുടക്കം അവിടെ നിൽക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ മുഖമാണ്. ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ വരുന്നുണ്ട്, പടം വരുമ്പോഴേ കുഞ്ഞുങ്ങളുടെ മുഖമാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത്. ഇട്ടും പൊട്ടും തിരിയാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ഈ വഴക്ക് കണ്ട് അതിൻ്റെ അതിനകത്ത് എല്ലാ സ്ഥാനികളുമുണ്ട്. അതാണ് മുകൾ മുതൽ താഴെ വരെയുള്ള എല്ലാവരും അതിൻ്റെ തിന്മോഴാണ്. അവർ ചെയ്യുന്ന ദോഷം എന്താണെന്നറിയാമോ? ഈ കുഞ്ഞുങ്ങളോട് അവർ ചിന്തിക്കുന്നില്ല കേട്ടോ, അവർ ചിന്തിക്കുന്നില്ല. കർത്താവ് പറഞ്ഞത് അങ്ങനെയുള്ളവരുടെ ഈ ചെറിയവരിൽ ഒരുവനെ ഒഫൻഡ് ചെയ്യുന്ന ആളുകളുടെ കഴുത്തിൽ തിരികല്ല് കെട്ടി ചെയ്യണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഇറ്റ് അപ്ലൈസ് ടു us also, me as a priest belonging to the class of priest. എനിക്കും അത് ബാധകമാണെന്ന് ഞാനും വളരെ ഭയത്തോടും വിനയത്തോടും കൂടി ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുമ്പോൾ യെരമ്യാ പ്രവാചകന് അത് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതിൻ്റെ വേറൊരു ആവർത്തനമാണ് കർത്താവ് പറയുന്നത്. എന്നെ കർത്താവേ എന്ന് വിളിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല, നിങ്ങളാരും രക്ഷിക്കപ്പെടുകയില്ല. പിന്നെന്ത് ചെയ്യണമെന്നുള്ളത് പിന്നീട് നമുക്കറിയാതെ എന്ത് ചെയ്യണമെന്നുള്ളത്, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ദൈവത്തിൻ്റെ തിരുനിവാസം നമ്മിലുണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മിൽ തിരുനിവാസം വഹിച്ചുകൊണ്ട് ആണ് നമ്മൾ ദേവാലയത്തിലേക്ക് അപ്പം മാത്രമേ അത് തിരുനിവാസമാവുള്ളൂ. അല്ലെങ്കിൽ യു കാൻ ക്രിയേറ്റ് എ സേക്രഡ് പ്ലേസ്. എവറി പ്ലേസ് ഇസ് സേക്രഡ്. അതാണ്, എവറി പ്ലേസ് ഇസ് സേക്രഡ്. നമുക്കൊരു മഴ നനയാതെ, വെയിൽ കൊള്ളാതെ, തണുപ്പടിക്കാതെ നമുക്കിടയ്ക്ക് ആവശ്യമാണ് ഒരു കെട്ടിടം. അത് മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ ഓർ ചർച്ച് ആർക്കിടെക്ചർ ഈസ് പ്രൈമറിലി ഫങ്ഷണൽ. അതോർത്തിരിക്കണം. കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ട് നമുക്ക് ഒരുമിച്ച് കൂടാനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടാനായിട്ട് മരത്തിൻ്റെ ചുവട്ടിലാകാം നമുക്ക്, പക്ഷേ എപ്പോഴും സാധിക്കില്ല നമുക്ക്. വീടുകളിലാകാം. അങ്ങനെയായിരുന്നു ഒരു 10-300 വർഷക്കാലം വീടുകളിലാണ്. ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷമാണ് ക്രിസ്തീയ വിശ്വാസം ഇമ്പീരിയൽ റിലിജനായിട്ട് മാറിയതിന് ശേഷമായി പള്ളികളൊക്കെ വരുന്നത്. അതിന് മുമ്പൊരു പള്ളിയെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഡ്യൂറ യൂറോപ്പസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് സിറിയയിൽ. അവിടെ ഒരു ഹൗസ് ചർച്ച്, അതായത് ഒരു വലിയ വീടിൻ്റെ ചില രൂപരേഖകൾ കിട്ടിയിട്ടുണ്ട്, ചില അംശങ്ങളൊക്കെ കിട്ടി ആർക്കിയോളജിയിൽ. ആ സ്ഥലത്തിൻ്റെ പേരാണ് ഡ്യൂറ യൂറോപ്പസ്. അത് ആദ്യകാലത്തെ പള്ളി, ഏറ്റവും നമുക്ക് ലഭിച്ചിരിക്കുന്ന ആദ്യത്തെ പള്ളി അവിടെയാണ് എന്ന് ചെല്ലു പറയുന്നുണ്ട്. വേറെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അത് വിടുക, വലിയ വീടുകളിൽ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും സൗകര്യമുള്ള ആളുകൾ അവരുടെ വീടുകൾ പള്ളികളാക്കി മാറ്റിയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അവിടെ ഫങ്ഷനില്ല, എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള ഒരു സ്ഥലമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കാണുന്ന ആർക്കിടെക്ചർ അതെല്ലാം പിന്നെ ഉണ്ടാകുന്നു. ഞാൻ വ്യക്തിപരമായിട്ട് ആർക്കിടെക്ചറിനെ വളരെയധികം കരുതുന്ന ഒരാളാണ്. നല്ല ആർക്കിടെക്ചർ അതൊരു വലിയ കലയാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഐ റിയലി ജോയ്സ് ഇൻ ഗുഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചർ. പക്ഷേ അത് നമ്മളെ വളരെ ആശ്ചര്യമായിട്ട് എടുക്കുകയും അതാണ് ദേവാലയം എന്ന് പറയുകയും ചെയ്യുമ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്. കാരണം the major shift from the Jewish understanding of the temple has happened in Christian tradition.
നമുക്ക് ദേവാലയമില്ല, നമുക്ക് കെട്ടിടമില്ല എന്ന് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു. അതിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട്. അടിസ്ഥാനം നിങ്ങൾക്കറിയാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഒക്കെ ഈ കർത്താവിനോട് ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഗുരു നോക്കിക്ക് എത്ര മനോഹരമായ കല്ലുകൾ, അതായത് ചെത്തി മിനുക്കി ഉള്ള കല്ല്, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കല്ലുകളാണ്. അതിൻ്റെ അലങ്കാരങ്ങൾ നോക്കി, എന്താ നിനക്കൊരു അത്ഭുതം തോന്നാത്തെന്ന് അവർ ചോദിക്കുന്നത്. ഇത് നോക്കി അന്തം വിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ദേവാലയം, യെരൂശലേം ദേവാലയം കണ്ട്. അപ്പം കർത്താവ് ദൂരേക്കാണ് നോക്കിയത്. കർത്താവ് ദൂരേക്ക് നോക്കിയിട്ട്, എനിക്ക് തോന്നുന്നു ദൂരെ നോക്കുന്നത് അവിടെ ഈ യെരൂശലേം നഗരത്തിലെ ചപ്പും ചവറും എല്ലാം കൊണ്ട് ഇടുന്ന വലിയ ഒരു എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമുണ്ട്. കർത്താവ് കരഞ്ഞും കാണും, അപ്പോഴേ കണ്ണ് നിറഞ്ഞു കാണും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് നശിപ്പിക്കപ്പെടുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. ഒരു യഹൂദൻ അങ്ങനെ പറയാൻ പറ്റുമോ? നമുക്കിപ്പം പറയാൻ പറ്റുമോ? നമ്മുടെ ഏറ്റവും മഹത്തായ, നമ്മളെല്ലാം കൂടെ പണം മുടക്കി ഉണ്ടാക്കിയ വലിയ കത്തീഡ്രലുകളും പള്ളികളുടെയും നമുക്ക് മുമ്പിൽ നിന്നുകൊണ്ട്, നമുക്ക് അത്ര വലിയ പള്ളികളൊന്നും ഇല്ല, എന്നാലും മുമ്പിൽ നിന്നുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ലെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരുടെ അവനെ ശരിയാക്കും, അല്ലേ? ആരും അങ്ങനെ ധൈര്യപ്പെടില്ല പറയാനായിട്ട്. ബട്ട് ജീസസ് സെഡ് ദാറ്റ്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പോകുന്ന കർത്താവ് പറയുകയും ചെയ്തു. ഈ പാരമ്പര്യമാണ് പിന്നെ അപ്പോസ്തലന്മാർ എടുക്കുന്നത്. We need a structure, a temple to worship together, but that has no meaning provided we act out the will of God. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഒരർത്ഥവുമില്ല നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇത് ഞാൻ അവിടെ അങ്ങ് വിടുകയാണ്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രം നിങ്ങൾ മനസ്സിൽ ഇരുന്നാൽ മതി. ഞാൻ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യുകയാണ്. ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ, അല്ലെങ്കിൽ പർദീസ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ, ആദ്യത്തെ സൃഷ്ടിയിൽ അവിടെ ദേവാലയം സങ്കല്പമില്ല, മതമില്ല, ദേവാലയമില്ല. സൃഷ്ടിയുടെ അവസാനം അതൊരു വിഷനാണ് കേട്ടോ. അല്ലാതെ ഒരു ഫിസിക്കൽ വേർഡിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. യോഹന്നാൻ ശ്ലീഹായ്ക്കുണ്ടായ ഒരു ദർശനമാണ്. പുതിയ ആകാശവും പുതിയ ഭൂമി, അവിടെ നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ, പത്രോസ് ശ്ലീഹ പറയുന്നത് പോലെ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമോ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇപ്പം നമുക്ക് കാണുന്ന ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, അസമത്വത്തിൻ്റെയും അനീതിയുടെയും റെപ്രഷൻ്റെയും ഒക്കെയുള്ള ഈ കോൺഫ്ലിക്റ്റ് മാറുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ the new heaven and new earth where justice dwells, ഇത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഈ സംഗതികളിലാണ് നമ്മുടെ പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് എടുത്തു പറയുകയാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നു. He dwelt among us. ഇവിടെ ഈ പാർത്തു എന്നുള്ള വാക്ക് മലയാളത്തിൽ നമ്മൾ പാർക്കുക, താമസിക്കുക എന്നുള്ള വാക്കാണ്. ഇംഗ്ലീഷിലും ഡ്വെൽ എന്നുള്ള വെർബാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ പുറകിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം കൂടാരമടിച്ചു, ടാബർനാക്കിൾ എന്നാണ്. ടാബർനാക്കിൾ, ആ കൂടാരമടിച്ചു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചാണ്. കർത്താവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കിടയിൽ കൂടാരമടിച്ചു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഓർക്കുന്നത് എന്താണ്? തിരുനിവാസ സ്ഥാനത്തെക്കുറിച്ചാണ്. മോശ പണിത കൂടാരത്തെക്കുറിച്ചാണ്. ടെന്റ് ഓഫ് മീറ്റിംഗ്, സമാഗമന കൂടാരം. അതിനാണ് ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം
ജനങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പം അതേ വാക്കാണ് ഇവിടെയും ഉപയോഗിച്ചേക്കുന്നത്. അത് ഗ്രീക്ക് ഭാഷയിലൊട്ടും പോകേണ്ട കാര്യമില്ല. എസ്കീനോസൻ എൻ ഹീമിൻ. എസ്കീനോസൻ എന്ന് പറഞ്ഞാൽ, സ്കീനെ എന്ന് പറഞ്ഞാൽ കൂടാരമെന്നാണ്. ദൈവം യേശു ക്രിസ്തുവിൽ നമുക്കിടയിൽ കൂടാരമടിച്ചിരിക്കുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി എന്ന് പറയുന്നുണ്ട്. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻ. അത് റിസൗണ്ടിങ്, അതായത് പഴയ നിയമത്തിലെ ദൈവസാന്നിധ്യമുള്ള സമാഗമന കൂടാരത്തിൻ്റെ ആ മാതൃകയിൽ അത് ഓർമ്മിപ്പിക്കുന്ന വിധം കർത്താവ് നമുക്ക് ഇടയിൽ മനുഷ്യാവതാരം ചെയ്തു. ഇറ്റ്സ് വെരി ഹമ്പിൾ. കൂടാരം എന്ന് പറഞ്ഞാൽ വളരെ ഹമ്പിളാണ്, വളരെ ഹമ്പിളാണ് അല്ലേ. അതിനകത്ത് ഈ പറയുന്ന നമ്മൾ ഒരു രാത്രി അടിച്ച് പിറ്റേ ദിവസം പിടിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് അതിനെ ആ ഒരു വലിയ വിശിഷ്ടമായിട്ടൊന്നും വിലയേറിയതായി കരുതുന്നില്ല. അത്ര ഹ്യൂമിലിറ്റി ആയിരുന്നു കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൽ നമ്മൾ കാണുന്നത്. എ ഹമ്പിൾ ബോഡി, എ ബോഡി വിച്ച് ഈസ് സബ്ജക്റ്റ് ടു all kinds of human emotions, hunger, thirst, disease, and finally death. കർത്താവ് മരിച്ചല്ലോ, യഥാർത്ഥമായി മരിച്ചു എന്നാണ് സഭ പഠിപ്പിക്കുന്നത്, അല്ലാതെ ബോധം കെട്ടുപോയി എന്നല്ല പറയുന്നത്. യഥാർത്ഥമായി മരിച്ചു എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ദി മിസ്റ്ററി ഓഫ് ഇൻകാർണേഷൻ. അപ്പം നമ്മുടെ ഏക ദേവാലയം എന്ന് പറയുന്നത് ഈ മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവാണ്. അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കാണുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രസൻസ്, സാന്നിധ്യമുള്ളത്. അതിനോട് ചേർന്നാണ് നമ്മുടെ ശരീരങ്ങൾ ദേവാലയമാകുന്നത്. കർത്താവിടുത്തെ ശരീരം എവിടുന്നാണ്? കർത്താവിടുത്തെ ശരീരം കന്യാമറിയാവിൽ നിന്നത്തെ ശരീരമാണ്. മനുഷ്യപുത്രി എന്നാണ് കന്യാമറിയാവിനെ വിളിക്കുന്നത്. മനുഷ്യപുത്രി, മനുഷ്യരിൽ നിന്നെടുത്ത ശരീരമാണ് കന്യാമറിയാവിൻ്റെ. അതിൻ്റെ അകത്ത് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് പോലെ ഒന്നും ഇല്ല. അതിൻ്റെ അകത്ത് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ എന്നൊക്കെ അവർ പറയുന്നത് പിന്നീട് ഉണ്ടാക്കിയൊരു തത്വമാണ്. സഭ അത് ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. ഷീസ് ദി ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി, ഹ്യൂമൻ വുമണാണ്. അതുകൊണ്ട് കർത്താവ് മനുഷ്യപുത്രൻ എന്നാണ് പിന്നീട് സ്വയം വിളിക്കുന്നത്. അപ്പം കർത്താവിൻ്റെ ശരീരം നമ്മുടെ ശരീരമാണ്. അത് നമുക്ക് ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല ചിന്തിക്കാനായിട്ട് കേട്ടോ. It's our body which Jesus took through the Holy Virgin. ഈ ഭൂമിയുടെ ശരീരമാണ് നമ്മുടെ ശരീരം. ഭൂമിയുടെ ശരീരമല്ലേ. ഞാനിപ്പോൾ ഒരു പ്രത്യേക രൂപത്തിലും ഭാവത്തിലൊക്കെ നിങ്ങൾ എന്നെ കാണുന്നു. മരിച്ച് കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുമെന്ന് പറഞ്ഞാണ് എല്ലാവരെയും അടക്കുന്നത്. അല്ലാതെ പിന്നെ സാധാരണക്കാരെ മാത്രമല്ല, മദ്രാച്ചന്മാരെയും പാത്രികേസന്മാരെയും അച്ഛന്മാരെയും എല്ലാം അടക്കുന്നത് അതേ പ്രാർത്ഥന, സെയിം പ്രെയറാണ്. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും, വീണ്ടും പുനരുത്ഥാനത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് ഈ മണ്ണും കുന്തിരിക്കവും ചേർത്തിടുന്നത്. ഞാൻ പലപ്പോഴും അല്പം തമാശയായിട്ട് ഓർക്കാറുണ്ട്. ഒരാളിനോട് പറഞ്ഞു, ഞങ്ങളുടെ മദ്രാച്ചൻ മരിച്ചപ്പോൾ ഞങ്ങളെ അദ്ദേഹത്തെ ഒട്ടും മണ്ണിടാതെ കുന്തിരിക്കം മാത്രം ഇട്ട് അടക്കിയെന്ന് പറഞ്ഞു. നല്ല കാര്യമാണ്, അത് അവരുടെ സ്നേഹം കൊണ്ടൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത് ഗതശാസ്ത്രപരമായിട്ട് തെറ്റാണ്, കാനോനിക്കലായിട്ട് തെറ്റാണ്. കുന്തിരിക്കം ഒരു ശകലം മതി, 4-5 മണി മതി, മണ്ണ് വേണം. കുന്തിരിക്കം പുതിയ ജീവൻ്റെ അടയാളമാണ്. മണ്ണ് നമ്മുടെ മർത്യതയുടെ, നമ്മുടെ മോർട്ടാലിറ്റിയുടെ അടയാളമാണ്. അതുകൊണ്ട് അതേ പ്രാർത്ഥനയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ആ പറഞ്ഞയാൾ സ്നേഹം കൊണ്ടോ ഒക്കെ അതങ്ങനെ പറഞ്ഞൊന്നും മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ശരിയല്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നമ്മുടെ ശരീരം, ഈ ശരീരമാണ് കർത്താവ് എടുത്തത്. ഈ ശരീരത്തെയാണ് കർത്താവ് ദൈവ സാന്നിധ്യമായിട്ട്, പ്രകാശമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് താബോർ മലയിൽ വെച്ച കർത്താവിന് രൂപാന്തരം ഉണ്ടായ സമയത്ത്, ട്രാൻസ്ഫിഗറേഷൻ ഉണ്ടായ സമയത്ത് ഒരു നിമിഷമേ ഉള്ളത്, ഒറ്റ നിമിഷമേ ഉള്ളൂ കേട്ടോ. അത് 3 പേരെ അത് കണ്ടുള്ളൂ. അവരത് മിണ്ടാതിരിക്കുക. കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷമാണ് പിന്നെ അവരത് പറയുന്നത്. അവർ ഭയപ്പെട്ട് കവിണ് വീണെന്നാണ് പറയുന്നത്. ഒറ്റ നിമിഷം അവർക്ക് കാണാൻ സാധിച്ചുള്ളൂ. അതൊരു എക്സ്റ്റാറ്റിക് മൊമെൻ്റാണ് ആ സമയത്ത്. പത്രോസ്ലീഹായും പറ്റുമൊക്കെ എക്സ്റ്റാറ്റിക്കായിട്ട് പറഞ്ഞ് ഞങ്ങൾ 3 കൂടാരം ഇവിടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കവിണ് വീണ് ഭയന്ന് കിടക്കുകയാണ്. എ വിഷൻ they had was the vision of the true temple.
ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ യഥാർത്ഥ പ്രകാശവും തേജസ്സുമാണ് കർത്താവിൻ്റെ ശരീരത്തിലൂടെ അവർ കണ്ടത്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വിനയത്തോടെ ഓർക്കണം, സന്തോഷത്തോടെ ഓർക്കണം, നമ്മുടെ ശരീരവും ഇതുപോലെ പ്രകാശപൂർണമായി ദൈവത്തിൻ്റെ തേജസ് വഹിക്കുന്ന ആലയങ്ങളായി തീരുമെന്ന കർത്താവ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഒത്തിരിയേറെ ചിന്തിക്കാനും ധ്യാനിക്കാനും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊരു ചെറിയ ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ അവസാനിപ്പിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ, രൂപാന്തരപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ പ്രകാശവും തേജസ്സും വഹിക്കുന്ന ആലയങ്ങളായി നമ്മുടെ ശരീരങ്ങളെയും ഈ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ ശരീരത്തെയും ദൈവത്തിൻ്റെ സൃഷ്ടിയെ മുഴുവനും ആക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒന്നിനായ ഡോക്ടർ KM ജോർജ് അച്ഛൻ്റെ വളരെ ഹൃദ്യവും സാവധാനവും അതോടൊപ്പം തന്നെ ഹൃദയത്തെയും ബൗദ്ധിക മണ്ഡലത്തെയും പ്രകാശിപ്പിക്കുന്ന വ്യക്തമായ ചില ചിന്തകൾ നമുക്ക് കേൾക്കുവാനായിട്ട് ദൈവം ഇന്ന് ഭാഗ്യം നൽകിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ ആശയപരമായും അല്ലെങ്കിൽ അടിസ്ഥാനപരമായും കുടികൊള്ളുന്ന പല കാര്യങ്ങൾക്കും വളരെ വ്യക്തമായ വിശദീകരണം അച്ഛൻ്റെ ഒരു പ്രകാശ വലയത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാനായിട്ടിടയായി. അച്ഛനെ അറിയപ്പെടുന്നത് ഹിസ് എ സ്കോളർ, തിങ്കർ ആൻഡ് റൈറ്റർ. അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അച്ഛൻ്റെ ഇന്നത്തെ അച്ഛൻ പറഞ്ഞത്. ഇറ്റ്സ് ഓൺലി ആൻ ഇൻട്രൊഡക്ഷൻ. അപ്പം നമുക്ക് മനസ്സിലാകും ഇത് കടൽ പോലെ കിടക്കുന്ന ആ ഒരു വലിയ ഭാഗത്തിൻ്റെ കരയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് കടലിനെ കണ്ടതുപോലെയാണ് ഈ വിഷയം. എങ്കിലും ഈ വിഷയം അച്ഛൻ്റെ കയ്യിൽ നൽകിയപ്പോൾ അതിനെ വളരെ ഗൗരവമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളോട് ഇന്നത്തെ ഈ പഠന ക്ലാസ്സിൽ ഞങ്ങളോടൊപ്പം പൂർണ്ണമായി ഞങ്ങൾക്ക് നന്മ പകർന്നു തന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം അറിയിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛൻ തുടർന്നുള്ള ആഴ്ചകളിൽ എപ്രകാരമാണ് ഇതിൻ്റെ അനുസരിച്ച് ഇത് കൂടുതൽ കേൾക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതിൻ്റെ ബാക്കിഭാഗം അച്ഛൻ തന്നെയാണ് പറയേണ്ടുന്നത്. അതിൻ്റെ ഉത്തരം തുടർന്നും കുറച്ച് വിഷയങ്ങളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുവാനായിട്ട് അച്ഛൻ്റെ സമയം ക്രമീകരിക്കപ്പെടുമെങ്കിൽ അത് ഉചിതമായിരിക്കും എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ് ഒരു ശിഷ്യൻ എന്നുള്ള നിലയിൽ. പ്രത്യേകിച്ച് ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി അച്ഛൻ ഇതിന് മറുപടി പറയുമെന്നാണ് എൻ്റെ വിചാരം. അതെ, ഇപ്പം ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്? അച്ഛാ സമയമുണ്ടോ? 5 മിനിറ്റ് വേണമെങ്കിൽ എടുക്കാമായിരിക്കും അല്ലേ? 5 മിനിറ്റ് എടുക്കാം. 5 മിനിറ്റ് എടുക്കാം. നിങ്ങൾക്ക് 5 മിനിറ്റ് എടുക്കാം. എന്തെങ്കിലും സംശയം ഞാൻ പറഞ്ഞതിൽ ക്ലാരിറ്റി ഇല്ലാതെ വന്നെങ്കിൽ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അച്ഛോ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ടൂറ യൂറോപ്പ് എന്ന് അച്ഛൻ പറഞ്ഞത് എന്താന്ന് മനസ്സിലായില്ല? അത് ആർക്കിയോളജിയിലെ ഇസ്രയേൽ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അവിടെ ഒരു പഴയ കെട്ടിടത്തിൻ്റെ ഒരു സിനഗോഗിൻ്റെ ഒക്കെ ചില അവശിഷ്ടങ്ങൾ കണ്ടിട്ടുണ്ട് ഡൂറ യൂറോപ്പസ് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അത് അവിടുത്തെ അടയാളങ്ങൾ കൊണ്ട് അതൊരു പള്ളിയായിരുന്നു, അത് വീടായിരുന്നു. പക്ഷേ വീട് പള്ളിയായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത്, നമ്മുടെ ക്രിസ്ത്യൻ പള്ളിയായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് വളരെ ക്ലിയർ. അത് വലിയൊരു അലങ്കാരമുള്ള സ്ഥലമൊന്നും ഒരു കെട്ടിടമൊന്നും അല്ലായിരുന്നു. അതിനടുത്ത് കുറേ കൂടി അലങ്കാരങ്ങളൊക്കെ ഉള്ള ഒരു ജൂയിഷ് സിനഗോഗും ഉണ്ടായിരുന്നു. എന്നാലേ ഇപ്പം IS ആർമി അവിടെ കയറി കഴിഞ്ഞാൽ അതൊക്കെ പൂർണ്ണമായിട്ട് ഒരുപക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ആർക്കും അറിഞ്ഞുകൂടാ, പോയി കാണുമായിരിക്കും. അതായത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് മുൻപ് ഉണ്ടായിരുന്ന നമ്മുടെ ദേവാലയങ്ങളെന്ന് പറയുന്നത് ഹൗസ് ചർച്ചസ് ആണ്. വീടുകളിലെ മിക്കവാറും ഒരുവിധം ആളുകൾക്ക് കൂടാൻ സൗകര്യമുള്ള വീടുകളിൽ അങ്ങനെ ആളുകൾ കൂടി ആരാധന നടത്തിയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഹൗസ് ചർച്ചെന്ന് പുതിയ നിയമത്തിലുണ്ടല്ലോ, വീടുകളിലാണ് കൂടിക്കൊണ്ടിരുന്നത്. അതൊരു 250 വർഷം അങ്ങനെ തുടർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വായിച്ച കിട്ടും. താങ്ക് യു അച്ഛാ. ഇത് മോളിച്ചിറക്കൽ ഡാലസിൽ താമസിക്കുന്ന സെന്റ് തോമസിലെ MMBS മെമ്പറാണ്. അച്ഛന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ വളരെ ഭാഗ്യമായി കരുതുന്നു അച്ഛാ. താങ്ക് യു അച്ഛാ. താങ്ക് യു.
താങ്ക് യു. ഇത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന സംഗതി, വേദപുസ്തക പഠനത്തിന് താല്പര്യമുള്ള സ്ത്രീകൾക്കേ ഉള്ളൂ കൂടുതൽ. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. സ്ത്രീകളില്ലെങ്കിൽ വേദപുസ്തകവും പഠനവും നടക്കുകയില്ല, സഭയും ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഐ കൺഗ്രാജുലേറ്റ് ചെയ്യൂ. ഒരു ഡയസിസിൻ്റെ മുഴുവൻ ഒരു സംഗതിയാണെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞെങ്കിലും ഞാൻ കാണുന്നത് ഇങ്ങനെ കുറേ ആളുകളെയാണ്. ഓഫ് കോഴ്സ് മേ ബി others are also making use of it. താങ്ക് യു. ഒരു വാക്ക് നന്ദി പറയാനായിട്ട് ജനറൽ സെക്രട്ടറി മിസ്സസ്